നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. എൻട്രൻസുകളുടെ തൃശ്ശൂർ പൂരമാണ് നമ്മൾ ഈ വരുന്ന മാസങ്ങളിലല്ല, ഏപ്രിൽ, മെയ്, ജൂൺ. ഏപ്രിൽ 21 NDA 1, ഏപ്രിൽ മെയ് 5 നീറ്റ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന പരീക്ഷ. പിന്നെ ജൂണിൽ നമ്മുടെ കീം, പിന്നെ ഒരു സെപ്റ്റംബറിൽ NDA 2. ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അങ്ങനെ എൻട്രൻസിൻ്റെ കളിയാണ് ഇനി അങ്ങോട്ടല്ല. അതിനകത്ത് നിങ്ങൾക്കറിയാം, എവിടെയും കോമൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഫിസിക്സും കെമിസ്ട്രിയും. അതിനകത്ത് ഏത് റിപ്പീറ്റ് ചെയ്ത കുട്ടിയാണെങ്കിലും ഏത് റാങ്ക് മേടിച്ച കുട്ടിയാണെങ്കിലും ഉറപ്പിച്ച് ഒരു കാര്യം പറയും, ഫിസിക്സ് സാധാരണ പോലല്ല. ഫിസിക്സ് നല്ല കിട്ടുകാച്ചി ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്, കിഡിലം ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഒരു നീറ്റിനൊക്കെ ഒരു 99.9% നല്ല കിഡിലം ക്വസ്റ്റ്യൻസ് ഫിസിക്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നിസ്സാരമായിട്ട് പഠിച്ചാൽ പറ്റത്തില്ല. ചുമ്മാ അത് നമ്മൾ +2 പഠിക്കുന്ന പോലെ തിയറി പാർട്ട് പഠിച്ച് ചുമ്മാ പഠിച്ച് അങ്ങനെയൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യം അതിൻ്റെ റൂട്ടിങ് പിടിക്കണം, അതിൻ്റെ ബേസിങ് എടുക്കണം. ബേസ് എടുത്തിട്ട് നല്ലപോലെ അതേ വർക്ക് ചെയ്ത് നമ്മുടെ മനസ്സിൽ അതൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി ഞാൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം എൻട്രൻസിൻ്റെ ഏത് എൻട്രൻസ് ആണെങ്കിലും ആ ഒരു കൺസെപ്റ്റ് ക്ലിയറായി. പിന്നെ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. 2 ക്വസ്റ്റ്യൻസ് ഏകദേശം ഉറപ്പാണ്. പല വർഷങ്ങളിൽ 2 ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നീറ്റിലാണെങ്കിലും ഗെയിമിനായി 2 ക്വസ്റ്റ്യൻ ഉറപ്പാണ്. 2 ക്വസ്റ്റ്യൻ നിസ്സാരമല്ല. ഇപ്പം നമ്മളതിനകത്ത് കുറേ ഇക്വേഷൻ, τ = I α, L = I ω, I = mr², K = റേഡിയസ് സ്ക്വയർ, K = √I/m. ഇതിനകത്തൊക്കെ പല ഇക്വേഷൻസ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അന്നേരം ബേസിക് കൺസെപ്റ്റും ഒക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടാൻ 1 മിനിറ്റേ ഉള്ളൂ. ഈ 1 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് വേണ്ട, 30 സെക്കൻഡ് മതി നമുക്ക്. ആ സ്പീഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ബേസും കൺസെപ്റ്റും ക്രിസ്റ്റൽ ക്ലിയറായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി നല്ല 90% ഉറപ്പിക്കാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. വിജയത്തിൻ്റെ നിർണായക ഘടകം, അത് നീറ്റായാലും കീമായാലും NDA ആയാലും, പ്രത്യേകിച്ച് നീറ്റിനും കീമിനും നിർണായക ഘടകം ഫിസിക്സ് തന്നെയാണ്. കാരണം ബോട്ടണി, സുവോളജിയും അല്ലെങ്കിൽ ബയോളജി നമുക്ക് നീറ്റിന് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഫിസിക്സ് കീമിന് മാത്സ് എളുപ്പമെന്നല്ല പറഞ്ഞാൽ, എന്നാൽ പോലും അത് ഓക്കെ 50% മാർക്ക്. പക്ഷേ നമുക്കൊരു ഡിസൈഡിങ് ഫാക്ടർ ഉണ്ടല്ലോ, ഓരോ റാങ്കിനെ തട്ടി മണ്ടയ്ക്കോട്ട് കയറുന്നൊരു സാധനം വരുന്നത് ഫിസിക്സിലാണ്. അന്നേരം ഫിസിക്സ് എളുപ്പമാക്കാം. ഈ പറഞ്ഞ പോലെ ഈ രീതി നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് മുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഈ പരീക്ഷകളെല്ലാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പോലും നമ്മൾ അങ്ങനെ മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ തന്നെയാണ് ഫുള്ള് ഫിസിക്സിൻ്റെ ക്ലാസ് എടുത്തേക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് ഗെയിമിനും നീറ്റിനും എല്ലാ ദിവസവും ഇപ്പോഴും ബാച്ചസ് ഉണ്ട്. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സ് നമ്പറും കീം ഓർ നീറ്റ്, കീമാണെങ്കിൽ കീം, നീറ്റ് എന്ന് നീറ്റേക്ക് നിങ്ങൾക്ക് കൊടുക്കുക. വെറും 2500 രൂപ മാത്രമേ ഉള്ളൂ. എല്ലാ ഫെസിലിറ്റീസും അതിൻ്റെ PDF മെറ്റീരിയൽസും എല്ലാം ഉൾപ്പെടെ. ചേരാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ചേരാം. ടിപ്സും ട്രിക്സൊക്കെ വെച്ച് ഫിസിക്സിനെ സിമ്പിളാക്കാം. നെവർ എവർ ഗിവ് അപ്പ്.